അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഇബ്നു ജൗസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാലൽ ഹുക്കമാ, മഹാന്മാർ, പണ്ഡിതന്മാർ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, അൽ മഅസിയത്തു ബഅദ മഅസിയത്തിൻ ഇഖാബുൽ മഅസിയത്തി. വല്ലാത്തൊരു വാക്കാണ്. ഒരു ദോഷം, ഒരു കുറ്റം നമ്മളെ ജീവിതത്തിൽ വന്നു, അത് ചിലപ്പോൾ അങ്ങനെ വന്നുപോയി, പക്ഷേ അതേ രണ്ടാമതായി വരുന്നുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ ശിക്ഷ തന്നെയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം കാണേണ്ട ഒരു വിഷയമാണ്. അതായത് ഉദാഹരണമായി ഒരു ഹറാമിയത്ത് കണ്ടുപോയി, ഇനിയും പിന്നെയും നാം ആ ഹറാമിയത്തിൻ്റെ പിന്നിലാണ്. ഹറാമിയത്ത് കാണുന്നതാണ് നമുക്ക് വലിയ രസം, വലിയ റാഹത്ത്, വലിയ സന്തോഷം. അല്ലെങ്കിൽ ഹറാമിയത്ത് ഏത് പ്രവൃത്തിയാവട്ടെ, അതാണ് നാം അതിൻ്റെ പിന്നാലെയാണെങ്കിൽ അത് നമുക്ക് റബ്ബു ശിക്ഷിക്കുകയാണ്. അതെ, അവൻ ഹറാമിയത്തിൽ തന്നെ ജീവിച്ചു പോവട്ടെ എന്ന്. അങ്ങനെ ഒരു ശിക്ഷയാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൽ ഹസനത്തു ബഅദൽ ഹസനത്തി സവാബുൽ ഹസനത്തി. വല്ലാത്തൊരു വാക്കാണ്. അതെ, ഒരാൾ നന്മ ചെയ്തു, പിന്നീടും ആ നന്മ ചെയ്യാൻ അദ്ദേഹത്തിനിക്ക് തൗഫീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കൂലി നൽകിയതാണ്. ആദ്യം ചെയ്ത നന്മയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകിയതാണ് വീണ്ടും ഒരു നന്മ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദുആ നിസ്കരിച്ചു, പിന്നീട് പിറ്റേ ദിവസം അയാൾ ദുആ നിസ്കരിച്ചു, അങ്ങനെ പിന്നീട് അദ്ദേഹത്തിനിക്ക് ദുആ നിസ്കരിക്കാൻ താല്പര്യം കിട്ടുന്നുണ്ട്, അതിന് തൗഫീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതേ അദ്ദേഹത്തിൻ്റെ ദുആ നിസ്കാരങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ് പിന്നീടും അദ്ദേഹത്തിനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാവുക എന്നുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നാം ഏത് സ്ഥിതിയിലാണുള്ളത് എന്നുള്ളത്. അതേ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ ദോഷങ്ങൾ, പാപങ്ങൾ, അതിലാണോ നമ്മുടെ ജീവിതം? അതേ, ഹറാമിയത്ത് കാണുക, ഹറാമിയത്ത് ചിന്തിക്കുക, ഹറാമുമായിട്ട് ഇടപെടുക, അതുമാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ റബ്ബ് നമ്മെ ആഖിറത്തിലേക്ക് വെച്ചതല്ല, ഈ ദുനിയാവിൽ തന്നെ നമ്മെ ശിക്ഷിക്കുകയാണ്. അത് നാം മനസ്സിലാക്കിയിട്ടില്ല. അതേ, ഹറാമിയത്തിലൂടെ ജീവിച്ച് മൊത്തം ഹറാമിയത്തായിട്ട് അതേ ഒരു നന്മവുമില്ലാതെ അവസാനം അസ്റായിൽ വരുമ്പോഴേക്കും ഹറാമിയത്തിലൂടെ അവൻ മരണപ്പെട്ടു പോകട്ടെ എന്ന രീതിയിലാണ് അവൻ അല്ലാഹു ആ രീതിയിൽ ആക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അതേ സമയത്ത് എവിടെങ്കിലും ഒരു ദോഷം വന്നു, ഒരു പാപം വന്നു, അപ്പം തന്നെ പേടി വരണം, അതിന്ന് പിന്മാറണം. ആ സമയത്ത് നിന്ന് തൗബ ചെയ്തതെന്ന് വഴിയുമായി അല്ലാഹുവിലേക്ക് മടങ്ങണം. അതേ, ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, നന്മകൾ പിന്നീടും ചെയ്യുന്നവരാകണം. അതിൽ താല്പര്യമില്ലെങ്കിൽ താല്പര്യം വരുന്നതുവരെ അതിനെ പിന്നീടും നാം ഫോളോ ചെയ്യുന്നവരാകണം. അത് റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള തൗഫീഖാണ്, സവാബാണ്, കൂലിയാണ് എന്ന് ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. ഇത് ചെറിയ വിഷയമൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ പറഞ്ഞതുപോലെ അതേ, നമ്മുടെ ദോഷങ്ങൾ അത് നമുക്ക് ശിക്ഷ ആവാതിരിക്കട്ടെ, നമ്മുടെ നന്മകൾ റബ്ബിൻ്റെ വക്കൽ നിന്ന് കൂലിയാവട്ടെ. അത്തരത്തുള്ള നല്ലവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.